ഹിന്ദുവിന് വേണ്ടി ശബ്ദിക്കാൻ ആര് എന്ന ചോദ്യത്തിന് ഉത്തരമായിരുന്നു ഭാരതീയ ജനതാ പാർട്ടി എങ്കിൽ ഇപ്പോൾ കൂടുതൽ പാർട്ടികൾ ആ രംഗത്തേക്ക് കടന്നു വരും. നമുക്കറിയാം ശിവസേന ഉൾപ്പെടെയുള്ള പാർട്ടികൾ ഹിന്ദുക്കൾക്ക് വേണ്ടി അല്ലെ ഹിന്ദുക്കൾ അനുഭവിക്കുന്ന പീഡനങ്ങൾക്ക് വേണ്ടി നിരന്തരം ശബ്ദമുയർത്തിയെങ്കിൽ ആ ഗണത്തിലേക്ക് ഇതാ ഒരു പാർട്ടി കൂടെ കടന്നു വരുന്നു, പവൻ കല്യാണിൻ്റെ ജനസേന. പവൻ കല്യാണൻ തന്നെയാണ് ഈ കാര്യം അറിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ പല വീഡിയോകളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഹിന്ദുവിനൊരു ച്യുതി വന്നാൽ ഇല്ലെ ഹിന്ദുവിനൊരു അപകടം വന്നാൽ താൻ അവർക്കൊപ്പം നിന്ന് പോരാടും എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ആന്ധ്രാപ്രദേശ് മതപരിവർത്തനത്തിൻ്റെ ഒരു കേന്ദ്രമായി തന്നെ മാറിയിരിക്കുന്നു. ഇതിനെതിരെയായിരുന്നു പവൻ കല്യാണിൻ്റെ രൂക്ഷമായിട്ടുള്ള ഒരു പ്രതികരണം. ഹിന്ദു മതത്തിനെതിരെ, സനാതന മതത്തിനെതിരെ വെല്ലുവിളിയുമായി മുൻപോട്ട് വന്നാൽ തടയിടും എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. താൻ ധർമ്മ സംരക്ഷണത്തിനായി പ്രവർത്തിക്കും, തൻ്റെ പാർട്ടിയും അങ്ങനെ തന്നെ പ്രവർത്തിക്കും. താൻ കപട മതേതരവാദിയല്ല. ഹിന്ദു മതത്തിന് ഒരു ച്യുതി സംഭവിക്കുകയാണെങ്കിൽ താൻ അതിനെതിരെ ശബ്ദം ഉയർത്തുക തന്നെ ചെയ്യും. അങ്ങനെ ചെയ്യുന്നതിലൂടെ എനിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ, എൻ്റെ പാർട്ടിക്ക് എന്തെങ്കിലും നഷ്ടം സംഭവിച്ചാൽ താൻ അത് കാര്യമാക്കുന്നില്ല. ആന്ധ്രയിൽ വ്യാപകമായ രീതിയിൽ മതപരിവർത്തനം നടക്കുന്നു. ഇതിനെതിരെ നടപടി എടുത്തേ മതിയാകൂ. ഇല്ല എങ്കിൽ അതിന് എതിരെ നടപടിയെടുക്കാൻ തനിക്ക് തന്നെ ഇറങ്ങേണ്ടി വരുമെന്ന് കൂടി പവൻ കല്യാൺ പറയുമ്പോൾ ഏതായാലും പുതിയ ഭാരതത്തിൽ അനവധി ഹിന്ദുക്കൾക്ക് സംരക്ഷണവുമായി അനവധി രാഷ്ട്രീയ പാർട്ടികളും നേതാക്കളും എത്തുന്നു എന്നൊരു കാര്യം കൂടി ഇവിടെ ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.